2016 ഇരട്ടച്ചങ്കൻ എന്ന നാമത്തോടുകൂടി മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയൻ അധികാരം ഏൽക്കുന്നു. ആദ്യ സമയങ്ങളിലെല്ലാം വലിയ സൈബർ ടീം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇരട്ടച്ചങ്കൻ എന്ന ലേബൽ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. ഒരു വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് ആ കാലയളവിൽ കേരളത്തിൽ ഉണ്ടാക്കുവാനും സാധിച്ചു. 2016 അവസാന നിമിഷങ്ങളിലെ പല പ്രശ്നങ്ങളും പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. ആ കാലയളവിലെ പ്രശ്നങ്ങളിലെല്ലാം കൃത്യമായ നിലപാട് സ്വീകരിക്കുവാൻ കഴിയാതെ പോവുകയും ഒപ്പം SFI അടക്കമുള്ള DYFI അടക്കമുള്ള വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പല പ്രശ്നങ്ങളിലും ഇടതുപക്ഷ സർക്കാർ വലിയ രീതിയിൽ വെള്ളം കുടിക്കേണ്ടതായി വന്നു. പിന്നീട് അങ്ങോട്ട് ചെറിയ തോതിലെങ്കിലും പിണറായിയുടെ ഭാഗത്തു നിന്നുള്ള ധാർഷ്ട്യ മനോഭാവമൊക്കെ മാധ്യമങ്ങൾ കാര്യമായ രീതിയിൽ ചർച്ച നടത്തി. അവസാന നിമിഷം കാര്യമായ രീതിയിൽ തന്നെ പിണറായി സർക്കാരിനെതിരെ വലിയ രൂക്ഷ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നു. ജനങ്ങൾ രണ്ടാമതും പിണറായി സർക്കാരിനെ അധികാരത്തിലേക്ക് ഏറ്റുന്നു. പിന്നീട് അങ്ങോട്ട് നവകേരള സദസ്സ്, മറ്റ് അഴിമതി വിഷയങ്ങൾ, എക്സാലോജിക്കൽ അടക്കമുള്ള പല പ്രശ്നങ്ങളിലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഒപ്പം മറ്റു പ്രധാന നേതാക്കന്മാരും ഒക്കെ വെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നോട്ടീസ് വരെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വികാരം കാര്യമായ രീതിയിൽ കേരളത്തിൽ അലതല്ലിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18 UDF വിജയിച്ചപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നപ്പോൾ 2019 പോലെ ആലപ്പുഴയിൽ ഒരിടത്ത് മാത്രം അക്കൗണ്ട് തുറന്നതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ K രാധാകൃഷ്ണനിലൂടെ മാത്രം ഒരു അക്കൗണ്ട് തുറക്കേണ്ട അവസ്ഥയിലേക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷം തരം താഴ്ന്നു പോയി എന്ന ഒരു വലിയ രൂക്ഷമായ ആരോപണം ഇപ്പോൾ നിലനിന്ന് പോകുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണമായി CPIയും CPMും CPMനോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തിലെ LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ ഉയർത്തിക്കാട്ടുന്ന ഒരു കാരണം അത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ധാർഷ്ട്യ മനോഭാവം, മുഖ്യമന്ത്രിയുടെ ചില കടുംപിടുത്തങ്ങൾ, അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, ഇവയെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ കാര്യമായ രാഷ്ട്രീയ ചർച്ചയായി ഇടതുപക്ഷ പാളയങ്ങളിലും LDFിലും രൂക്ഷമായി നിലനിന്ന് പോകുന്നത്. പ്രധാനമായും ഈ ആവശ്യം, അതായത് മുഖ്യമന്ത്രിയുടെ രൂക്ഷമായ ചില നിലപാടുകൾ, മുഖ്യമന്ത്രിയുടെ ചില ധാർഷ്ട്യ മനോഭാവങ്ങൾ, ഇവയെല്ലാം വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് ആദ്യം മുൻപോട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും തന്റെ മന്ത്രിസ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കണമെന്നുമുള്ള കടുത്ത ആരോപണം ആദ്യം മുൻപോട്ട് വെച്ചത് തിരുവനന്തപുരത്തെ CPIയുടെ ജില്ലാ കമ്മിറ്റിയിലായിരുന്നു. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യ മനോഭാവം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആയിരുന്നു. അത് ആദ്യഘട്ടത്തിൽ CPIയുടെ നേതാക്കന്മാരൊക്കെ തള്ളുകയും ചെയ്തു. പിന്നീട് ഇടുക്കിയിൽ വെച്ച് നടന്ന CPI യോഗത്തിലും ഈ വിഷയം കാര്യമായി തന്നെ മുൻപോട്ട് വന്നിരുന്നു. പിണറായി വിജയനും മകൾക്കുമെതിരായി ഉണ്ടായ വലിയ ആരോപണം സർക്കാരിന് വലിയ വിനയായി. ഒപ്പം പിണറായി വിജയന്റെ ധാർഷ്ട്യ മനോഭാവം സർക്കാരിന് വലിയ വിനയായി. അഴിമതി ആരോപണങ്ങൾ സർക്കാരിന് വലിയ വിനയായി. ആ സർക്കാർ വിരുദ്ധ വികാരങ്ങളെല്ലാം BJPക്ക് വലിയ ഗുണപ്രദമായി മാറുകയായിരുന്നു. അപ്പോൾ വോട്ട് വിഹിതം വന്ന സമയത്ത് UDF വിജയിച്ചു വന്നതാണ്. 2019 രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വവും ശബരിമലയും ഒക്കെയായിരുന്നു UDFന് അനുകൂലമായ തരംഗം സൃഷ്ടിച്ചതെങ്കിൽ ഇക്കുറി ഭരണവിരുദ്ധ വികാരമൊക്കെയാണ് കോൺഗ്രസിന് അനുകൂലമായ തരംഗം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 18 ഇടങ്ങളിലും UDF വിജയിച്ചത്. അതായത് ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല കാരണമായി നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് തുറന്നടിക്കുകയാണ് CPIയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPI ഘടകകക്ഷിയാണ്, അവർ പറഞ്ഞത് ആ രീതിയിൽ എടുത്താൽ മതി എന്നുള്ള തരത്തിലേക്കൊക്കെയുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധങ്ങളൊക്കെ CPMന് ഉന്നയിക്കാം. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലെ CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും CPIയുടെ തിരുവനന്തപുരത്തെയും ഇടുക്കിയിലെയും ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന അതേ ആരോപണം തന്നെയാണ്. മുഖ്യമന്ത്രിക്കെതിരായുള്ള ഒരു ജനവിരുദ്ധ രോക്ഷം കാര്യമായി തന്നെ സംസ്ഥാനത്തുണ്ട്. മുഖ്യമന്ത്രിയോടുള്ള ജനപിന്തുണ
നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രധാന കാരണമായി നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായുള്ള രൂക്ഷ വിമർശനമാണ് എന്ന വലിയ ആരോപണമാണ് ഇപ്പോൾ CPIM തന്നെ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIMന്റെ പത്തനംതിട്ട സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകുമ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട, മുഖ്യമന്ത്രിയോട് ചേർന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കന്മാരാണ് ഈ വിഷയത്തിൽ കാര്യമായ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക്കൽ വിഷയം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവിരുദ്ധ വികാരം അത് സർക്കാർ വിരുദ്ധ വികാരമായി മാറുന്നു. ആ സർക്കാർ വിരുദ്ധ വികാരത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, അതായത് കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുള്ള SC വിഭാഗത്തിൽപ്പെട്ടവർ, ഈഴവ സമുദായത്തിൽപ്പെട്ടവർ, ഇവരെല്ലാം BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം BJP വിരുദ്ധ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ, ഇടതുപക്ഷ അനുഭാവമുള്ളവരൊക്കെ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. ന്യൂനപക്ഷ വോട്ടുകളൊന്നും കാര്യമായ രീതിയിൽ പിടിച്ചു നിർത്തുവാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാന കാരണവും പിണറായി വിജയനും ചില മന്ത്രിമാരുമാണ് എന്ന രൂക്ഷ ആരോപണമാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. അതായത് ഈ സാഹചര്യത്തിൽ ഇവയെല്ലാം ഗുണപ്രദമായി മാറിയത് കോൺഗ്രസിനാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് 18 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസിനെ വിജയിപ്പിച്ചതും NDAക്ക് അക്കൗണ്ട് തുറക്കുവാൻ ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുത്തതും BJPക്ക് സംസ്ഥാനത്തുടനീളം ഒരു വോട്ട് വർധനവിന് ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുത്തതുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യ മനോഭാവവും സർക്കാർ വിരുദ്ധ വികാരവും ഒക്കെയാണ് എന്ന് തന്നെയാണ് പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന് നേതൃത്വം നൽകിയത് വാസവൻ അടക്കമുള്ള, തോമസ് ഐസക് അടക്കമുള്ള CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള രൂക്ഷ ആരോപണം മുഖ്യമന്ത്രിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന പ്രാദേശിക നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലാണ് സർക്കാർ മുൻപോട്ട് പോകുന്നതെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇനി അങ്ങോട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകും. ഒരു വമ്പൻ പരാജയം സർക്കാരിനെ കാത്തു നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി ശേഷിക്കുന്ന 2 വർഷം കൂടി പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ സർക്കാരിന് മുൻപോട്ട് പോകുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം. മറ്റ് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു നേതാവിനെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നൊരു ആവശ്യം കൂടി പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് ഇടതുപക്ഷത്തിന്റെ കേന്ദ്ര സംവിധാനത്തിന്റെ ഭാഗമായി കാലങ്ങളായി പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് മുമ്പിലോ അല്ലാതെയോ തുറന്നു പറഞ്ഞിട്ടില്ലാത്ത നേതാക്കന്മാരൊക്കെ ഇപ്പോൾ പിണറായി വിജയനെതിരെയും സർക്കാരിന്റെ വിരുദ്ധ വികാരത്തിനെതിരെയും ഒക്കെ ശബ്ദം ഉയർത്തുകയാണ്. എന്തായാലും ഇത് വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ രാജിയിലേക്കാണ്. ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയുമാണ്. പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഇടപെടുന്നു, CPIയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഇടപെടുന്നു, CPIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇടപെടുന്നു. ഏറ്റവും ഒടുവിൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഈ വിഷയം കാര്യമായി തന്നെ ചർച്ചയായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ ഒരു രൂക്ഷ വിമർശനമുണ്ട് എന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകുന്നു. സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്ന ചർച്ചയാകുന്നു. മുഖ്യമന്ത്രിയും AK ബാലനും ഗോവിന്ദൻ മാഷും അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പല പ്രസംഗങ്ങളും, ഒപ്പം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയിട്ടുള്ള പല അഭിമുഖങ്ങളും, പല പ്രതികരണങ്ങളുമെല്ലാം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഈ വമ്പൻ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉയർത്തിക്കാട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SFIയെ സംബന്ധിച്ചുള്ള ആരോപണമാണ്. SFIയുടെ സംസ്ഥാന നേതാവായ ആർഷോയുടെ പല നടപടികൾ, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പല അതിരുവിട്ട പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയൊരു അമർഷം ഉടലെടുക്കുവാൻ സാഹചര്യം ഉയർത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർക്കാരിന് വിരുദ്ധമായ ഒരു തരംഗം ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ സർക്കാരിന് വലിയ തിരിച്ചടിയും തോൽവിയും ഉണ്ടാകുവാനുള്ള പ്രധാന കാരണങ്ങളായി മാറിയതെന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉയർന്നു വരുന്ന ഒരു വലിയ ആരോപണം. ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം EP ജയരാജനുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. BJP നേതാവായ ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുവാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ഒപ്പം BJP നേതാക്കന്മാർ ശക്തരാണ് എന്ന ഒരു പ്രസ്താവന EP ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. കൂടാതെ തന്നെ റിസോർട്ട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് EP ജയരാജനും ഭാര്യയ്ക്കും മകനുമൊക്കെ ഉള്ള ബന്ധങ്ങൾ ഒക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതെല്ലാം
ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ സർക്കാരിനും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇടതുപക്ഷ പ്രാദേശിക നേതാക്കന്മാർ ഇപ്പോൾ രൂക്ഷമായ ഒരു ആവശ്യവുമായി മുൻപോട്ട് വരുന്നു, രൂക്ഷ ആരോപണമായി മുൻപോട്ട് വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം, മറ്റാരെങ്കിലും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ഒപ്പം തന്നെ അതിരുവിട്ടുള്ള ഈ SFI, DYFI, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം. കൂടാതെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയുമുള്ള നേതൃത്വത്തിന്റെ പല പ്രതികരണങ്ങൾ അവ വളരെ പരിമിതമായി തന്നെ വേണം, വളരെ സൂക്ഷിച്ച് വേണമെന്നുള്ള കടുത്ത രൂക്ഷമായ ആരോപണമാണ് ഇപ്പോൾ ഇടതുപക്ഷ പാളയത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഈ ഭരണവിരുദ്ധ വികാരമെല്ലാം ബൂത്ത് തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതുകൊണ്ട് ബൂത്ത് തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കണം. ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഈ വിഷയങ്ങൾ കാര്യമായി തന്നെ ചർച്ച ചെയ്യണം. എങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലുള്ള സർക്കാർ വികാരമെന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ട നിലപാട് ഉടൻ തന്നെ സ്വീകരിക്കണം. പരാജയത്തിന് ശേഷവും കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ഇത് പരിഹരിക്കുവാനോ സർക്കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരോ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന ആരോപണവും അവിടെ രൂക്ഷമായി തന്നെ ഉയർന്നിരുന്നു. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വരുന്ന മാസം 15-ാം തീയതിക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകണമെന്നൊരു ആവശ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. അതിനുശേഷം അടുത്ത മാസം 17-18 തീയതികളിൽ സർക്കാർ ഇനി എങ്ങനെ മുൻപോട്ട് പോകണമെന്നൊരു മാർഗനിർദ്ദേശം കൂടി CPM സെക്രട്ടേറിയറ്റ് മുൻപോട്ട് വെക്കും. അതിനോട് കൂട്ടിച്ചേർത്ത് തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്യും. എന്തായാലും ഇനി എങ്ങനെ സർക്കാർ മുൻപോട്ട് പോകണമെന്ന മാർഗനിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു പക്ഷേ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരണമോ എന്ന ചോദ്യത്തിന് ഒരു മറുപടി കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.